ഓണം എടുത്തതോടെ വിപണികൾ കൂടുതൽ സജീവമാവുകയാണ്. എന്നാൽ നൂലിഴ പൊട്ടിയ അവസ്ഥയിലാണ് നമ്മുടെ സ്വന്തം ഖാദി മേഖല. സംസ്ഥാനത്തെ ഖാദി സ്ഥാപനങ്ങൾക്ക് കീഴിലെ തൊഴിലാളികൾക്ക് മിനിമം വേതനം ലഭിച്ചിട്ട് മാസം 17 കഴിയുകയാണ്. ഇനിയും ശമ്പളം വൈകിയാൽ എന്തു ചെയ്യണമെന്നറിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് നൂറുകണക്കിന് തൊഴിലാളികൾ. മനോഹരമായ വസ്ത്രങ്ങൾ നെയ്തെടുക്കുകയാണ് ഇവിടെ. പക്ഷേ ഇക്കാണുന്ന വസ്ത്രങ്ങളുടെ ഭംഗി ഇത് നെയ്തെടുക്കുന്ന തൊഴിലാളികളുടെ ജീവിതത്തിനില്ല. ഖാദി മേഖലയിലെ പ്രതിസന്ധി പല കുറി കണ്ടിട്ടുണ്ട് കേരളം. പക്ഷേ ഇപ്പോഴത്തേത് സമാനതകളില്ലാത്തതെന്ന് തൊഴിലാളികൾ. ഞാനാണെങ്കിൽ ഒരു നിത്യരോഗിയാണ്. 8 കിലോമീറ്റർ നടന്നിട്ടാണ് ഇവിടെ വരുന്നത്. തിരിച്ചും വൈകിട്ടും അതുപോലെ തന്നെയാണ്. അപ്പോൾ വളരെയധികം ദയനീയാവസ്ഥയുണ്ട്. പക്ഷേ ആരോട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കാശ് കിട്ടാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതില്ല. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടിയാൽ ഞങ്ങളുടെ ജീവിതമാർഗം വിട്ടുപോകും. അത്രയും ദയനീയാവസ്ഥയാണ്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. തുച്ഛവരുമാനക്കാരായ ഖാദി നൂൽനൂൽപ്പ് നെയ്ത്തു തൊഴിലാളികളുടെ കുറഞ്ഞ വേതനം 1.5 വർഷത്തിലധികമായി കുടിശ്ശികയാണ്. പൂരവേതന പദ്ധതി പ്രകാരമുള്ള തുകയിൽ നിന്ന് സംസ്ഥാന സർക്കാരാണ് ഖാദി തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനത്തിനായുള്ള തുക അനുവദിക്കുന്നത്. എന്നാൽ സർക്കാരും മുഖം തിരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് 10,000-ലേറെ തൊഴിലാളികൾ ഇന്ന് ദുരിതത്തിലാണ്. ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പോൾ 15 മാസമായി ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള മിനിമം വേജസ് ഇതുവരെ കിട്ടിയിട്ടില്ല. 15ാമത്തെ മാസം 14 മാസമായി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ. ഇത്രയും ദുരിതം പിടിച്ച ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അത്രയും ദുരിതം പിടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് തന്നെ പറയാൻ പറ്റില്ല. അത് നാളെ ഉണ്ടാവോ ഇല്ലേ അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് നിലനിന്ന് പോണത്. പരുത്തിയിൽ നിന്ന് 24 കഴി നൂലുൽപ്പാദിപ്പിക്കുന്നതാണ് ഖാദി നൂൽനൂൽപ്പ് തൊഴിലാളികളുടെ ഒരു ദിവസത്തെ അധ്വാന ഭാരം. ഒരു കഴി നൂലിന് 14 രൂപ 90 പൈസയാണ് കൂലി. അതിൽ 10 രൂപ തൊഴിലാളി ജോലി ചെയ്യുന്ന ഖാദി സ്ഥാപനങ്ങൾ നൽകും. 4 രൂപ 90 പൈസ കുറഞ്ഞ വേതനം എന്ന പേരിൽ സർക്കാർ അനുവദിക്കും. അതാണ് മാസങ്ങളായി കുടിശ്ശികയായിരിക്കുന്നത്. 10 കഴി നൂലിന് കുറഞ്ഞ വേതനമടക്കം ലഭിച്ചാൽ 149 രൂപയും ക്ഷാമബത്തയുമാണ് കിട്ടുക. നെയ്ത്തു തൊഴിലാളികളുടെ അവസ്ഥയും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. കൃത്യമായി ജോലിയും കൂലിയും ലഭിക്കാത്തതുമൂലം തൊഴിലാളികൾ ദുരിതത്തിലായിട്ട് വർഷങ്ങളായി. ഞങ്ങൾ ഈ 10, 20, 30 കൊല്ലമായവരാണ് ഇവിടെ പണിയെടുക്കണവർ. അപ്പോൾ ഞങ്ങളിനി ഈ പണി ഉപേക്ഷിച്ചാൽ വേറെ ഇനി എന്ത് പണിക്ക് പോവുക? വേറെ ഒരു പണി വേണ്ടേ? ഞങ്ങളിപ്പോൾ ഇത്രയും കാലമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ ക്ഷേമനിധിയിലേക്ക് അടച്ച പൈസയാണെന്നുണ്ടെങ്കിൽ 4-5 കൊല്ലമായിട്ട് എഴുതി കൊടുത്തവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. 10-18 കോടി കട ഉണ്ടെന്ന് പറയണു. അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ചേലക്കര, പഴയന്നൂർ ഉൾപ്പെടെ തൃശ്ശൂർ ജില്ലയിൽ 3000-ഓളം പേരാണ് മേഖലയിൽ തൊഴിലെടുക്കുന്നത്. നെയ്ത്ത് സാമഗ്രികളുടെ വില ഉയരുന്നതിനൊപ്പം കുറഞ്ഞ വേതനം കൂടി ലഭിക്കാതായതോടെ തൊഴിൽ മേഖല തന്നെ നിശ്ചലമാകുന്ന സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഓണക്കാല വിൽപ്പനയ്ക്ക് ആവശ്യമായ തുണി ഉൽപ്പാദിപ്പിക്കേണ്ട സമയത്ത് തുടരുന്ന പ്രതിസന്ധി ഖാദി മേഖലയെ ആശ്രയിക്കുന്നവരെയും ബാധിക്കും. പകലന്തിയോളം പണിയെടുത്ത കൂലിയാണ് ഈ തൊഴിലാളികൾ ചോദിക്കുന്നത്. ന്യായമായ കൂലി സർക്കാർ നൽകിയില്ലെങ്കിൽ ഈ ഓണക്കാലം ഇവർക്ക് വറുതിയുടേതാകും. ക്യാമറമാൻ നിഖിൽ നിലയ്ക്കൊപ്പം സൂരജ് ജി, 24. പൊതുജനം കഴുതയല്ല സാർ. വലിയ ദുരിതത്തിലാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ. ഏറ്റവും കൂടുതൽ വിറ്റുവരവുണ്ടാകുന്ന ഒരു കാലമാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത്. ആ കാലത്ത് പോലും ഇത്തരത്തിൽ ദുരിതാവസ്ഥയാണ് അവർക്ക് എന്ന് പറയുമ്പോൾ അത് അടിയന്തര ഇടപെടൽ അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. തൊഴിലാളികളുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. ഞങ്ങൾക്ക് ഞങ്ങളുടെ മിനിമം വേജസ് 18 മാസമായി ഞങ്ങൾക്ക് കിട്ടിയിട്ട്. ഞങ്ങൾക്ക് അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് തരുന്ന സ്ഥാപനം തരുന്ന കൂലി മാത്രമാണ് ഇപ്പോൾ കിട്ടുന്നത്. അതന്നെ ഇപ്പോൾ ഈ മാസം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രായമായി 1 മണിക്കൂർ നടന്നിട്ട് വേണം വരണമെങ്കിൽ. അപ്പം ഞങ്ങൾക്ക് കിട്ടാനുള്ളത് എല്ലാവർക്കും കിട്ടിയാൽ നല്ലതാണ്. എനിക്ക് ഇത്രേ പറയാൻ വയ്ക്കൂ. അപ്പോൾ വേറെ ഒരു തൊഴിലിന് പോകാൻ നമുക്ക് സാധ്യതയില്ല. ഇനി വേറെ ഒരു തൊഴിലിന് നമുക്ക് അറിയൂല, പോകാനും വയ്യ. അല്ലെങ്കിൽ ഒരു 3 മാസം 6 മാസം കൂടുമ്പോഴെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് പൈസ തന്നിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമുള്ള ഒരു കാര്യമായിരുന്നു. എന്താ ചെയ്യേണ്ട, ആരോടാ പറയേണ്ടത് എന്നുള്ളത് അറിയില്ല. ഗവൺമെൻറ് ഇത് അറിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം, തൊഴിലുറപ്പുകാരുടെ കൂലി പോലും ഞങ്ങൾക്കില്ല. അപ്പോൾ അതാണ് തൊഴിലാളികൾക്ക് പറയാനുള്ളത്. മിനി ബാബു പറയുന്നുണ്ട്, ഖാദി വസ്ത്രത്തിന് എന്തു വിലയാണ്, പാവം തൊഴിലാളികൾക്ക് കൊടുത്തുകൂടെ വേതനം പാവങ്ങൾ എന്ന്. അത് ആ തൊഴിലാളികളുടെ ജീവിതാവസ്ഥയാണ്. അക്കാര്യത്തിൽ ഒരു അടിയന്തര ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുക.